ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേവു ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതിനെ വളരെ വില കുറച്ച് കാണുവാണ് ശ്രുതി. ആ വിവരം സച്ചി വീട്ടിൽ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഒരു ഡിഗ്രി മേടിച്ചതിനാണ് ഇത്രയോ സന്തോഷം, ഇവിടെ 7 ഡിഗ്രി അത് ആരെക്കൊണ്ടെങ്കിലും മേടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേവുവിനെ തരം താഴ്ത്തി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പറയുന്നതൊക്കെ അച്ഛൻ അപ്പോൾ തന്നെ മേടിച്ചു തരുമായിരുന്നു. പക്ഷേ ദേവു അങ്ങനെയല്ല, ഇല്ലായ്മയിൽ നിന്നും പഠിച്ച് നേടിയെടുത്ത വിജയ. അതിൽ സന്തോഷിക്കാതെ അവൾക്കൊരു പെൻസിൽ വേണമെങ്കിൽ പോലും 3 ദിവസമൊക്കെ കാത്തിരിക്കുമായിരുന്നു. ദിവസക്കൂലിയാടാ ദേവുവിൻ്റെ വിജയം എന്ന് പറയുന്നത്. അവളുടെ രേവതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും രേവതിയുടെയും സ്വപ്നങ്ങളുടെയും ചോര നീരാക്കിയതിൻ്റെ ഫലമായിട്ടുള്ള വിജയമാണ്. അതിൽ പിന്നെ സന്തോഷിക്കാതെ എന്ത് ചെയ്യണോടാന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ശ്രുതിയെ ചീത്ത പറയുന്നുണ്ടേ. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, കാരണം നിനക്ക് പഠിക്കാൻ മാത്രമേ അറിയുള്ളൂ, പഠിപ്പിക്കുന്നവരുടെ കഷ്ടപ്പാട് നിനക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. ശ്രുതിയെ ചീത്ത പറയുന്നുണ്ട്. എന്തിനാ ശ്രുതി ഇങ്ങനെ എല്ലാത്തിനെയും പുച്ഛിക്കുന്നത്? ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഒരു ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുക എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമാണ്. ശ്രുതി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കണ്ടോ പാലറട്ടത്തേക്ക് വരെ അറിയാം, പക്ഷെ ഇവനെ മനസ്സിലാവുന്നില്ല. രേവതി ദേവുവിന് എത്ര വേണമെങ്കിലും പഠിക്കാൻ പറ, ഇനിയും അവൾക്ക് എത്ര ആഗ്രഹമുള്ള അത്രയും പഠിക്കട്ടെ, ഞാൻ പഠിപ്പിക്കും എന്നൊക്കെ സച്ചി പറയുവാണ്. എനിക്കോ പഠിക്കാൻ പറ്റിയില്ല, അതിന് ചില കാരണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ്റെ ചന്ദ്രയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അതൊക്കെ വിട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അമ്മയും സഹായിച്ച് കഷ്ടപ്പാടിലിരുന്നുകൊണ്ട് ദേവു വിജയം നേടിയെടുത്തു, ഇതൊരു വലിയ കാര്യമാണ്, നമുക്കിത് ആഘോഷിക്കണം എന്നൊക്കെ ശ്രീകാന്തും ദേവും ഒക്കെ പറയുന്നുണ്ട്. അവളെ വിളിച്ച് ഞങ്ങൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞോളാം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ടേ. വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി നല്ലോണം പഠിക്കുമായിരുന്നു എന്ന് അങ്കിൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതെ രേവതി നന്നായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷെ അവൾ പഠിത്തം നിർത്തി, അവളുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് ദേവുവിൻ്റെ ഈ വിജയം എന്നൊക്കെ രവീന്ദ്രൻ പറയുവാണ്. അപ്പോൾ വർഷ പറയും, ശ്രീകാന്തേ നീ നിൻ്റെ സ്റ്റൈലിൽ ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്ക്, നമുക്ക് നല്ലോണം ആഘോഷിക്കണമെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നമ്മളെന്തിനാ ഇവിടെ ബിരിയാണി ഉണ്ടാക്കി ആഘോഷിക്കുന്നേ, അവരവിടെ ആഘോഷിക്കും എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും വർഷ പറയുവാണ്, ദേവു നമ്മുടെയും കൂടി ഫാമിലിയാണ്, അപ്പോൾ അവളുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെയും കൂടി വിജയമാണ്, അതിൽ നമ്മൾ അഭിമാനിക്കണം ആൻറ്റി. ഫസ്റ്റ് ക്ലാസ് മേടിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമാണ്, ആൻറ്റി പഠിച്ചത് മേടിച്ചിരുന്നെങ്കിൽ ആൻറ്റിക്ക് അതിൻ്റെ സന്തോഷമൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് വർഷ പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖം മാറുന്നുണ്ട്, കാരണം ചന്ദ്രൻ എല്ലാവരുടെ മുമ്പിലും വെച്ച് വർഷ കൊച്ചാക്കുന്ന പോലെയാണല്ലോ സംസാരിച്ചത്. അപ്പോഴേക്കും സച്ചി പറയുവേ, വർഷേ ഇതൊന്നും പറഞ്ഞാൽ അമ്മക്ക് മനസ്സിലാവില്ല, അമ്മയുടെ കണ്ണിൽ ഇതേ ഇവൻ ഈ ഓടിപ്പോണവൻ മാത്രമാണ് ഭയങ്കര വലിയ ബുദ്ധിശാലി, എന്നാൽ അവനൊരു വലിയ മണ്ടനായി പോയി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചി ദേവു പാസ്സായതിന് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് എന്നും പറഞ്ഞ് ശ്രുതിയെ തരം താഴ്ത്തി സംസാരിക്കരുതെന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, അത് അവനോടും കൂടി പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുവാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇന്ന് റെസ്റ്റ് എടുത്തോ, ഇന്ന് ബിരിയാണിയൊക്കെ എൻ്റെ വക, ഇന്നത്തെ കുക്കിംഗ് എല്ലാം എൻ്റെ വക. അപ്പോൾ വർഷ പറയും, ശ്രീകാന്തേ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം ദേവുവിന്, ഒരു വാച്ച് മേടിച്ചു കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, വാച്ചോ എന്താ അവൾ കളക്ടർ ആവാൻ വേണ്ടി പോവാണോ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പുച്ഛിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്ര പറയും, ചന്ദ്രേ കളക്ടറായാൽ മാത്രം വാച്ച് മേടിക്കാൻ പാടുള്ളൂ, അവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ, നീ എന്തിനാ അതിനെ തടയുന്നതെന്നൊക്കെ ചന്ദ്രയെ ചീത്ത പറയുവാണ് രവീന്ദ്രൻ. അപ്പോഴേക്കും നമ്മുടെ രേവതിയെ അമ്മ വിളിക്കുവാണ് ഫോണിൽ, ദേവു പാസ്സായി മോളെ, ഞങ്ങളിതേ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുക, നിങ്ങളും വരുമോ, സച്ചിനെയും കൂട്ടി വരുമോ എന്നൊക്കെ രേവതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി സച്ചിനോട് ചോദിക്കും, സച്ചിയേട്ടാ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുക, നമ്മളെയും വിളിക്കുന്നുണ്ട്, നമുക്ക് പോയിട്ട് വന്നാലോ. അപ്പോൾ സച്ചി പറയും, അതിനെന്താ രേവതി, നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവുവിൻ്റെയും അമ്മയുടെയും പൂക്കടയുടെ മുമ്പിൽ ആളുകളൊക്കെ ദേവുവിനെ അഭിനന്ദിക്കുവാണേ. ഭയങ്കര സന്തോഷം ദേവു, ഇവളുടെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, ഇവളെ എങ്ങനെ പഠിപ്പിക്കും, 3 മക്കളല്ലേ ഉള്ളത്, പക്ഷേ ഒരു മോളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് വിട്ടു, വേറൊരു മോളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു, എല്ലാം നിൻ്റെ കഴിവാന്നൊക്കെ പറഞ്ഞ് അമ്മയെ പ്രശംസിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, എൻ്റെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാന്നൊക്കെ പറയുവാണ്. അപ്പോൾ പറയണ്ട, ദൈവത്തിൻ്റെ മാത്രമല്ല ദേവുവിനെയും പറയണം, കാരണം ദേവുവിൻ്റെ വിജയം ചെറിയൊരു വിജയമല്ല, അമ്മയെ സഹായിച്ച് അവൾ പഠിക്കുകയും കൂടി ചെയ്തു, ഒപ്പം അത് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുകയും ചെയ്തു, ദേവുവിന് അത്രയും കഴിവുണ്ടെന്നൊക്കെ കൂടെയുള്ളവരൊക്കെ പറയുവാണേ.
എന്നിട്ട് ദേവുവിൻ്റെ രണ്ട് കൂട്ടുകാർത്തികൾ കറുത്ത കോട്ടും ക്യാപ്പും ഒക്കെ ആയിട്ട് വരുവാണേ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിക്ക് ഇടുന്ന കോട്ടല്ലേ, ഇതെന്തിനാ ഇപ്പം മേടിച്ചോണ്ട് വന്നത്? ഇതൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കണ്ടേ, അപ്പം മാത്രം ഇട്ടാൽ പോരോ, ഇട്ടാൽ മതിയോ, ഞങ്ങൾക്കും കാണണ്ടേ ഈ കോട്ടൊക്കെ ഇട്ടവളെ, എടി ഞങ്ങളിത് വാടകയ്ക്ക് എടുത്തോണ്ട് വന്നതാണ് നിന്നെ ഈ വേഷത്തിൽ കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ദേവുവിനെ ആ കോട്ടും ക്യാപ്പൊക്കെ വെച്ചിട്ട് നിർത്തുവാണേ. അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഈ വിജയം കാണാൻ മോളുടെ അച്ഛനില്ലാതെ പോയല്ലോ എന്ന് പറയുമ്പോൾ ദേവ് പറയും, അമ്മ എന്തിനാ വിഷമിക്കുന്നേ, നമ്മുടെ കൂടെ തന്നെയുണ്ട് അച്ഛൻ ഇപ്പോൾ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ടേ. പിന്നെ സച്ചിൻ രേവതിയും കൂടി അമ്പലത്തിലോട്ട് വരുവാണ്. ഓടി വന്ന് ദേവുവിനെ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. സച്ചി ഭയങ്കര വിഷമത്തിൽ ഫീലായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പഠിക്കാനൊന്നും സാധിച്ചില്ല, പക്ഷേ നീ അമ്മയെ സഹായിക്കുകയും ചെയ്തു, കൂട്ടത്തിൽ പഠിച്ച് ഇത്രയും വലിയ വിജയം കൈവരിക്കുകയും ചെയ്തു, എന്നാൽ സ്വീറ്റ്സ് എടുക്കുക രേവതി, സ്വീറ്റ്സ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവുവിന് സ്വീറ്റ്സൊക്കെ വായ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വീറ്റ്സും വിതരണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ദേവു ഈ വക്കീൽ കോട്ടിട്ടിട്ട് നിന്നെ കാണാൻ നിനക്ക് നല്ലോണം ചേരുന്നുണ്ടെന്ന് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട്, ഇത് വക്കീൽ കോട്ടല്ല, ഗ്രാജുവേഷൻ സെറമണി ഇടുന്ന കോട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ആലോചിക്കുവേ, ശരിയാ, ഞാൻ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് ഇടാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല, നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ല, നിന്നെയെങ്കിലും ഈ വേഷത്തിൽ കാണാൻ സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി സന്തോഷിക്കുവാണേ. എല്ലാം എൻ്റെ ചേച്ചി കാരണമാണെന്ന് ദേവു പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഞാനോ, ഞങ്ങളെക്കാളൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു ചേച്ചി, എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ചേച്ചിക്കെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നിനക്ക് എല്ലാത്തിനും ഫസ്റ്റ് റാങ്കൊക്കെ കിട്ടിയിരുന്നു? അപ്പോൾ അമ്മ പറയും, അവൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു, നല്ല മിടുക്കിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവ് പറയും, അച്ഛൻ്റെ മരണശേഷം അമ്മയെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചേച്ചി പഠിത്തം നിർത്തി പൂ കെട്ടാനൊക്കെ പോയി തുടങ്ങി, ഒരുപാട് പണികളൊക്കെ ചെയ്ത് ഞങ്ങളെ പഠിപ്പിച്ചു, എൻ്റെ ഈ വിജയത്തിൻ്റെ പിന്നിൽ എൻ്റെ രേവതി ചേച്ചിയാന്നൊക്കെ പറഞ്ഞ് ദേവു കരയുവാണേ. അപ്പോൾ രേവതി പറയും, ദേവു ഞാനോ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇത് നീ പഠിച്ച് നേടിയ വിജയ മോളെ എന്ന് പറയുമ്പോൾ ദേവു സമ്മതിക്കുന്നില്ല. ഇല്ല, എൻ്റെ രേവതി ചേച്ചി അത്രയും കഷ്ടപ്പെട്ടാണ് എന്നെയൊക്കെ പഠിക്കാൻ വെച്ചത്, അതുകൊണ്ടാണ് ഞാൻ പഠിച്ചതെന്ന് ദേവു പറയുന്നുണ്ടേ. ദേവു അങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുന്നത് നീയാ, നമ്മുടെ അച്ഛൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഇതൊക്കെ കണ്ടിട്ട്. ചില മക്കൾ കുടുംബത്തിലെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ പഠിക്കാതെ അലമ്പി നടക്കാറുണ്ട്, പക്ഷെ എൻ്റെ മോൾ അങ്ങനെയൊന്നുമല്ല, കുടുംബത്തിൻ്റെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി നമ്മുടെ അച്ഛൻ്റെ സന്തോഷം, അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഇത്, നീ നിന്നിലൂടെ ഇനി എല്ലാം നടക്കും മോളെ, എനിക്ക് നിന്നിൽ നല്ല പ്രതീക്ഷയുണ്ട്, നീ നല്ല ഉയരങ്ങളിൽ എത്തും എന്നൊക്കെ പറഞ്ഞ് രേവതി കരയുവാണേ. രേവതി കരയുമ്പോഴേക്കും ദേവും കരയുവാണ്. അപ്പോൾ സച്ചി പറയും, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഈ കരയുന്നേ, രേവതി കരച്ചിൽ നിർത്ത്, നീ കാരണം ദേവും കൂടി കരയുന്നു, ഇന്നൊരു നല്ല ദിവസം സന്തോഷിക്കുക എന്ന് പറയുമ്പോഴേക്കും അവിടെയുള്ളവർ പറയും, രേവതി വാ ഒരു ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറയുവാണേ. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. സച്ചി അപ്പം പറയുന്നുണ്ട്, ദേവു ഭയങ്കര സന്തോഷമുണ്ട് ദേവു, കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി പഠിച്ചെടുത്ത വിജയമാണ് നീ ഇത്. എൻ്റെ കാറിൽ ചില പിള്ളേരൊക്കെ കയറാറുണ്ട്, അവരാണെങ്കിലോ പഠിക്കുന്ന പിള്ളേർ ഈ പ്രായത്തിൽ എന്തിങ്ങനെ കറങ്ങി നടക്കുന്നു എന്നൊക്കെ ഞാൻ ആലോചിക്കും. ചിലവരങ്ങനെയാ, കുടുംബത്തിലെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കും. പക്ഷെ ദേവു നിന്നെ സമ്മതിക്കണം, നീ എല്ലാം മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ചു മോളെ എന്നൊക്കെ പറയുവാണ്. ഇനിയും നീ എത്ര വേണമെങ്കിലും പഠിച്ചോ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് സച്ചി പറയുവാണേ. അപ്പോഴേക്കും ദേവ് പറയും, ഇല്ല സച്ചിയേട്ടാ, ഇനി ഞാൻ പഠിക്കുന്നൊന്നുമില്ല, ഞാനിനി ജോലി നോക്കാൻ പോവാ, എൻ്റെ അമ്മ ഇത്രയും നാൾ കഷ്ടപ്പെട്ടു, ഇനി എൻ്റെ അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കണം, എനിക്ക് ജോലിക്ക് പോയി നല്ലൊരു ജോലി മേടിച്ച് സമ്പാദിക്കണം, എൻ്റെ അമ്മയെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ ദേവു പറയുന്നുണ്ട്. അപ്പോൾ ദേവു പറയും, ഇതിൻ്റെയൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ജയിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, ഞാനോ, ജയിച്ചത് നീയല്ലേ മോളെ, നമ്മളൊക്കെ എന്ത് സപ്പോർട്ട് ചെയ്തട്ടാ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് ശരിയാ, നിങ്ങളും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നു, നീ ഞങ്ങളുടെ മൂത്ത മരുമകരല്ല, ഞങ്ങളുടെ മകൻ തന്നെയാ, മകനെപ്പോലെ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട് സച്ചി മോനെ, നീ ഞങ്ങൾക്ക് മകൻ തന്നെയാന്നൊക്കെ അമ്മ സച്ചിയെ നോക്കി പറയുവാണേ. സച്ചി പറയും, മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനമ്മമാർ ചെയ്ത പുണ്യമാണെന്ന് കാരണവന്മാർ പറയാറുണ്ട്. ഇപ്പോൾ അമ്മയുടെ 3 മക്കളും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, ഇതിനെല്ലാം കാരണം നിങ്ങൾ ചെയ്ത പുണ്യമാണെന്നൊക്കെ സച്ചി പറയുവാണേ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇത് കേൾക്കാൻ എൻ്റെ ഭർത്താവില്ലാതെ പോയല്ലോ എന്നൊക്കെ പറയുവാണ്. ദേവു പറയും, രേവതി ചേച്ചി ഇങ്ങോട്ടേന്ന് വന്നേ. അപ്പോൾ രേവതി പറയും, എന്താ മോളേന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു തൻ്റെ കോട്ടൊക്കെ ഊരിയിട്ട് നമ്മുടെ രേവതി ഇടിപ്പിക്കുവാണേ. രേവതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാവുന്നുണ്ട്. ദേവു എന്താ നീ കാണിക്കുന്നേ? അപ്പോൾ ദേവു പറയും, ഇട് രേവതി ചേച്ചി, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആ കോട്ടൊക്കെ ഇടിപ്പിക്കുവാണേ. ഇതിനെല്ലാം കാരണം എൻ്റെ ചേച്ചിയാണ്, ചേച്ചി ഈ കോട്ടിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവു ഇടിപ്പിച്ചിട്ട് ഒരു രേവതി ചേച്ചിയെ ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, രേവതി ഈ വേഷത്തിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഫോട്ടോ എടുക്കുവാണേ.
എന്നിട്ട് രേവതി ശരത്തിനോട് പറയുന്നുണ്ട്, ശരത്തെ ദേവു പഠിച്ച് ജയിച്ചത് കണ്ടോ, ഇതുപോലെ തന്നെ നീയും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവണമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, രേവതി ദേവുയുടെ വിജയത്തിൽ സന്തോഷിക്ക്, പക്ഷേ ബാക്കിയുള്ളവരുടെ പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിലെ ഉത്തരവാദിത്തം മനസ്സിലാക്കി കുടുംബത്തെ പറ്റിയുള്ളൊരു വിചാരമുള്ളവരെ ഇങ്ങനെയൊക്കെ പഠിച്ച് ജയിക്കത്തുള്ളൂ, അല്ലാത്തവരിങ്ങനെ കറങ്ങി നടക്കും എന്നൊക്കെ സച്ചി ശരത്തിനെ കൊള്ളിച്ച് പറയുവാണേ. എന്നിട്ട് എനിക്ക് ട്രിപ്പിന് സമയമായി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോകുവാണേ. അപ്പോൾ ശരത്ത് രേവതിയോട് വന്ന് ചൂടാവുന്നുണ്ട്, ചേച്ചി എന്താ ദേവുവിനെ പ്രശംസിക്കുന്ന കൂട്ടത്തിൽ എന്നെയും ചീത്ത പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ ഭർത്താവ്, ഞാൻ എന്താ പഠിച്ചിട്ട് ജയിക്കൂലെന്നാണോ നിങ്ങളുടെ ചേട്ടൻ്റെ വിചാരം എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എടാ ശരത്തെ, സച്ചി നീ ജയിച്ച് ഇതുപോലെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ വന്ന് നിന്നെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ശരത്ത് പറയും, എനിക്ക് അയാളുടെ പ്രശംസയൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ. നീ എന്താ ശരത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, രേവതി ഇന്നൊരു നല്ല ദിവസമാണ്, വെറുതെ അത് നശിപ്പിക്കണ്ട, വാ നമുക്ക് പോയി അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ തൊഴാൻ വേണ്ടി പോവാണേ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും ഷോപ്പിലിരുന്ന് കണക്ക് നോക്കുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ കണക്കിലൊരു 30,000 രൂപ കുറവ് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഓ അതോ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഭക്ഷണം പുറത്തുനിന്നൊക്കെ കഴിക്കുന്നില്ലേ, അതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, എന്ത് 30,000 രൂപക്കാണോ പുറത്തുനിന്ന് കഴിക്കുന്നത്? ആ വീട്ടിൽ പോകാൻ വയ്യാത്തപ്പോൾ ചില സമയത്ത് ഞാൻ പുറത്തുനിന്ന് കഴിക്കും, ഞാനൊരു ബിസിനസ് മാൻ അല്ലേ, എനിക്കിങ്ങനെ സാധാരണ ഹോട്ടലിലൊന്നും പോയി കഴിക്കാൻ പറ്റില്ല, ഹൈ ക്ലാസ് ഹോട്ടലിൽ കയറിയേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചീത്ത പറയുന്നുണ്ട്, അതിന് കയ്യിൽ കാശ് വേണം ശ്രുതി, ഇത് കയ്യിൽ കാശ് വെക്കാതെ ഇങ്ങനെ കയറി പാഴ് ചെലവാണ് ഇതൊക്കെ, വീട്ടിൽ 50,000 രൂപ മാസം കൊടുക്കണമെന്ന കാര്യം ശ്രുതിക്ക് ഓർമ്മയുണ്ടല്ലോ, കുറച്ചൊക്കെ ചെലവ് ചുരുക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചീത്ത പറയുന്നുണ്ട് ശ്രുതിയെ. ഷോപ്പിലോട്ട് അപ്പോഴേക്കും ഒരാൾ വരുവാണേ. ഈ ശ്രുതി ആരാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഞാൻ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് വെച്ചിരിക്കുന്ന ബാങ്കിൽ നിന്നാണെന്ന് പറയുവാണ്. സാർ ഞാൻ ഡ്യൂസൊക്കെ കെട്ടിയല്ലോ, പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, ഹേയ് അതിനൊന്നുമല്ല, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് സാങ്ഷൻ ആയിട്ടുണ്ടോ എന്ന് പറയുവാണേ. അപ്പോഴേക്കും ശ്രുതിക്ക് ഇങ്ങനെ സന്തോഷമാവുന്നുണ്ട്. ശ്രുതി ചോദിക്കും, ശ്രുതി ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തായിരുന്നു? ഹേയ് ഞാൻ അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കിലെ ആൾ പറയുന്നുണ്ട്, അപ്ലൈ ചെയ്തിട്ടൊന്നല്ല, നിങ്ങളുടെ ട്രാൻസാക്ഷനൊക്കെ കണ്ടിട്ട് ഞങ്ങളായിട്ട് തന്നെ കൊടുക്കുന്നതാണ്, പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ്, 10 lakhs വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതുമാത്രമല്ല ഈ കാർഡ് കൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ കണ്ണൊക്കെ തള്ളുവാണേ. ശ്രുതി ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തേടി പൈസ തേടി വരുമെന്ന്, കണ്ടില്ലേ ക്രെഡിറ്റ് കാർഡ് 10 lakh എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സന്തോഷിക്കുവാണ്. ശ്രുതി പറയും, ശ്രുതി എനിക്കൊരു കാര്യം പറയാനുണ്ട്, സാർ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ മാറ്റി നിർത്തി സംസാരിക്കുവാണേ. ശ്രുതി നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ശ്രുതി പറയും, എന്തുകൊണ്ട് ആവശ്യമില്ല, എല്ലാവരും ഇതിനു വേണ്ടി ഓടി നടക്കുന്നു, ഇത് നമുക്ക് വേണ്ടി തേടി വന്നിരിക്കുന്നു, അപ്പോൾ നമ്മളിത് വെറുതെ വേസ്റ്റാക്കി കളയണോ ശ്രുതി? അല്ല 10 lakhs ക്രെഡിറ്റ് കാർഡാണ്, ഇതൊരു അനാവശ്യ ചിലവായി മാറും ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഇല്ല ശ്രുതി ഇത് നമ്മുടെ ഭാഗ്യമാണ്, നമ്മളെ തേടി വന്നതാണ്, ഇനി ഇതുപോലെ ഒരുപാട് ഓഫേഴ്സ് നമ്മളെ തേടി വരും, നമ്മുടെ സിബിൽ സ്കോർ കയറി വരും, നീ വെറുതെ അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, വാ നമുക്കിത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി പോകുവാണേ. എന്നിട്ട് സാർ ഇതിന് വല്ല പ്രൊസീജിയേഴ്സ് ഉണ്ടോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും ബാങ്കിലെ ആൾ പറയും, ഈ ഫോമിലൊന്ന് സൈൻ ഇട്ട് തന്നാൽ മാത്രം മതി, 7 working days കാർഡ് നിങ്ങളെ തേടി വരും എന്നൊക്കെ പറയുവാണേ. ശ്രുതിയാണെങ്കിൽ ഒന്ന് വായിച്ചു പോലും നോക്കാതെ ആ ഡോക്യുമെൻറ്റ്സിലൊക്കെ സൈൻ ഇട്ട് കൊടുക്കുവാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ നോക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പോയി കഴിയുമ്പോഴേക്കും ശ്രുതിയെ സോപ്പിടുന്നുണ്ട്. ശ്രുതി നീ ഇവിടെ വരുന്ന ദിവസമൊക്കെ എന്തെങ്കിലും നല്ല കാര്യം നടക്കും, അതുകൊണ്ടാണ് നിന്നോട് ഇവിടെ ഡെയിലി ഞാൻ വരാൻ പറയുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും, എന്നെ സോപ്പിടല്ലേ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, സോപ്പിട്ടതല്ല കാര്യമായിട്ട് പറഞ്ഞതാ, ഇനി നമുക്ക് വരുമ്പോഴേക്കും ക്രെഡിറ്റ് കാർഡ് വരുമ്പോഴേക്കും ഫ്ലൈറ്റിൽ ഗോവക്കൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ പോകുവാണേ. പിന്നെ കാണിക്കുന്നത് ശ്രുതി മീരയും കൂട്ടി ഒരു ഹോസ്പിറ്റലിൽ പോവാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇപ്പം ഇത് അത്യാവശ്യമാണോ, എല്ലാവർക്കും ഇപ്പം 4-5 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടാവുന്നേ, നിങ്ങൾക്ക് 1 വർഷം പോലും ആയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ചെക്കപ്പൊക്കെ നടത്തുന്നേ? അല്ല എനിക്ക് ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുക, പക്ഷെ ഇതുവരെ കുട്ടികളായിട്ടില്ലല്ലോ, എനിക്കപ്പോൾ ഡോക്ടറെ കണ്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് അറിയണം, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ശ്രുതി എന്നെ വിട്ട് പോകത്തില്ല, ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എന്നെപ്പറ്റിയുള്ള ഫ്ലാഷ് ബാക്ക് എപ്പോൾ വേണമെങ്കിലും എല്ലാവരും അറിയും, അതിനുള്ളിൽ അതറിയുന്നതിന് മുമ്പ് എനിക്ക് കൺസീവ് ആവണം, അപ്പോൾ പിന്നെ കൊച്ചിന് വേണ്ടിയെങ്കിലും ശ്രുതി എന്നോടെല്ലാം ക്ഷമിച്ച് കൂടെ നിൽക്കും, നമുക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവും, അതുകൊണ്ടാണ് മീരി എന്നൊക്കെ പറയുമ്പോഴേക്കും അതിനാ സമ്മതിച്ചു, പക്ഷെ നിനക്കെന്ത് പ്രോബ്ലം ഉണ്ടാവാനാ, നീ ഓൾറെഡി ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എൻ്റെ മീര ഒന്ന് പയ്യെ പറ, പരിചയമുള്ള ആരെങ്കിലും കേട്ടാലോ? അപ്പോഴേക്കും മീര പറയും, ആര് കേൾക്കാൻ, ഈ ഹോസ്പിറ്റലിലൊക്കെ ആര് വരാനാന്നൊക്കെ പറയുവാണേ. എന്നിട്ട് അവർ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഡോക്ടറെ കാണാൻ വേണ്ടി അകത്തോട്ട് കയറുമ്പോഴേക്കും നമ്മുടെ രേവതിയും
ദേവും കൂടി ഹോസ്പിറ്റലിലോട്ട് വരുവാണേ. ഇവർ വരുന്നത് അവരും കണ്ടിട്ടില്ല, അവർ വരുന്നത് ഇവരും കണ്ടിട്ടില്ല. എന്തായാലും ദേവു ശ്രുതിയെ ഈ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.